എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ പീറ്റിന്റെ വീട് കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ പീറ്റ് ആണെങ്കിൽ അവന്റെ കട്ടിലിൽ ഇരുന്നിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് നോക്കുവാണ്. അത് നിറം കിടക്കുന്ന സ്ഥലത്തേക്കും അങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഇപ്പൊ അവിടെ നിറഞ്ഞില്ലല്ലോ, നിറൻ ഓൾറെഡി ഹോസ്പിറ്റലിലാണല്ലോ. ആൻഡ് ഇവരെ സോൾ ബോണ്ട് ചെയ്ത പാവയൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ പീറ്റിന് ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ഓർത്തു പോവാണ്. അതായത് ഇവർ പണ്ട് ഒന്നിച്ച് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിരിക്കുമ്പോൾ നമ്മുടെ പീറ്റ് നിറനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രേതങ്ങളെയല്ല ഈ ഒരു ആത്മാക്കളെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പിടിച്ചതിന് ശേഷം എന്താണ് ഇവർക്കിപ്പോ മെയിൻ ആയിട്ടൊരു ആത്മാവിനെ പിടിക്കാനായിരുന്നല്ലോ ഇവർ നോക്കിയത്. അതിനെ പിടിച്ചു കഴിഞ്ഞിട്ട് എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിറം പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, ഞാൻ ഇതേപോലെ തന്നെ എന്റെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിന് ഇങ്ങനെ തന്നെ അങ്ങ് പോകും എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, എടാ അങ്ങനെ ചെയ്തൂടാ, നമ്മുടെ ലൈഫിൽ നമുക്കൊരു പ്ലാൻ വേണമെന്ന് പറയുന്നു. അപ്പൊ നിറം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അപ്പൊ പീറ്റ് പറയുന്നുണ്ട്, ശരിക്കും പറയുവാണെങ്കിൽ ഞാൻ എന്റെ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് തിരിച്ച് കോളേജിലേക്ക് തന്നെ പോകാനാണ് താല്പര്യം. ആൻഡ് ഇത്രയും നാൾ എന്നെ ഇത് ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു. ബട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി, വിദ്യാഭ്യാസം അതൊരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. സോ എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്താ സൊസൈറ്റിയിൽ ഒരു നല്ല വില വേണം എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ നിറം പറയുന്നുണ്ട്, ഓ അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്യുന്നു പറയുമ്പോൾ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, നിനക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് നീയും അത് അധികം വൈകാതെ കണ്ടുപിടിക്കും. അപ്പൊ നമ്മുടെ നിറം പറയുന്നുണ്ട്, ഓക്കെ എന്താ എനിക്ക് അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല, നീ ഇപ്പൊ ഇത്രയും ചിന്തിച്ചു കൂട്ടിയില്ലേ, അപ്പൊ നിനക്കിനി എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നൊക്കെ ഇവർ പറയുന്നു. ആൻഡ് അവിടെ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് വീണ്ടും പ്രസന്റിലേക്ക് വരുവാണേ. നമ്മുടെ പീറ്റ് ഇങ്ങനെ ഇരുന്ന് ഇതെല്ലാം ആലോചിക്കുവാണ്. ആൻഡ് ആ ടൈമിലാണ് പീറ്റ് പെട്ടെന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുന്നത്. ആ പേപ്പറിൽ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഇവർ റിച്വലിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അതായത് നിറനെ തിരിച്ചു കൊണ്ട് നിറനിപ്പം നിറന്റെ ആത്മാവ് അവന്റെ ബോഡിയിലല്ല, അത് വേറെ ഏതോ ഒരു ലോകത്താണ്. ആ ലോകത്ത് പോയിട്ട് പീറ്റ് വേണം നിറനെ തിരിച്ചു കൊണ്ടുവരാൻ. സോ ആ ഒരു റിച്വൽ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ പീറ്റ് അവിടെ ഇരുന്ന് നോക്കുവാണ്. അങ്ങനെ നമ്മുടെ പീറ്റ് ഒരു സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് പിടിച്ച് ഒരു ജനലിന്റെ മുമ്പിൽ നിന്നിട്ട് അവന്റെ റിച്വൽ ഇങ്ങനെ തുടങ്ങുവാണേ. ആ റിച്വലിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ എഴുതിയ ഒരു പേപ്പർ കത്തിച്ചിട്ട് അതൊരു വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് ആ വെള്ളം കുടിക്കണം. അതിൻ്റെ അത് കുടിക്കാൻ വേണ്ടി അത് കയ്യിലെടുത്തപ്പോഴേക്കും നമ്മുടെ പീറ്റ് ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ, അതായത് നമ്മുടെ കണ്ണു കുടിക്കുന്ന മാമനുണ്ടല്ലോ, പുള്ളി പറഞ്ഞ ആ ഒരു സാധനം ഇവൻ ആലോചിക്കുവാണ്. അതായത് പീറ്റ് പോകുന്നതിന് മുമ്പ് 3 കാര്യം പീറ്റ് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റിച്വൽ ചെയ്യുമ്പോൾ അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഒരുപാട് കാര്യം വരും. കാരണം ഇവൻ പഴയ കാലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വരും. അപ്പം അവിടെ ഒന്നും മൈൻഡ് ഡിസ്ട്രാക്ട് ആവരുത്, ഒള്ളി ആ ഒരു ഫോക്കസ് തന്നെ വേണം. അതായത് നിറനെ കണ്ടുപിടിക്കാനാണ് പോകുന്നത് എന്നൊരു ഫോക്കസ് തന്നെ വേണം. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം പീറ്റ് ഈ റിച്വലിൽ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്, ഏതോ ഒരു അറിയാത്തൊരു വേൾഡിലേക്ക് പോവാണ്. ആൻഡ് അവിടെ വെച്ചിട്ട് നിറനെ കണ്ടുമുട്ടും. അപ്പൊ നിറനെ കണ്ടുമുട്ടുമ്പോൾ നിറൻ എന്ന് പറഞ്ഞാൽ ഈ പീറ്റിനെ അറിയത്തേ ഉണ്ടാവൂല. അങ്ങനെ നിറന്റെ വിശ്വാസം പിടിച്ചു പറ്റി നിറനെ തിരിച്ചു കൊണ്ടുവരണം. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമന് അതായത് മനുഷ്യന് അവിടെ, ആ മനുഷ്യന്റെ ഒരു ആത്മാവിന് അവിടെ 8 മണിക്കൂർ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ളിൽ തിരിച്ചു വരണം നിറനെ കൊണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ എന്നേക്കുമായിട്ട് പെട്ടുപോകും. ഈ 3 കാര്യം നമ്മുടെ പീറ്റ് ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആൻഡ് അവൻ രണ്ടും കൽപ്പിച്ചിട്ട് ആ ഒരു വെള്ളം അങ്ങ് കുടിക്കുകയാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ ഫുള്ളായിട്ട് അങ്ങ് മാറുവാണേ. അതായത് നമ്മുടെ പീറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ പീറ്റിനെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നുണ്ട്. അതായത് റിച്വൽ ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുന്ന പീറ്റിനെ തന്നെ, ജനലിന്റെ മുമ്പിൽ നിൽക്കുന്ന പീറ്റിനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും പീറ്റിന് മനസ്സിലായി ആത്മാവ് പുറത്തിറങ്ങിയെന്ന്. ആ സ്പോട്ടിൽ തന്നെ പീറ്റിന്റെ അനിയത്തി റൂമിലേക്ക് കയറി വന്നിട്ട് ബാ താഴേക്ക് വാന്ന് പറയുന്നുണ്ട്. അപ്പൊ പീറ്റ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെയെന്ന്. അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്റെ വീട്ടിലാണ്, പിന്നെ എവിടെയാ ബാ, അച്ഛനും അമ്മയും നിന്നെ അന്വേഷിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവും പീറ്റ് ആണെങ്കിൽ അവന്റെ ഒരു പഴയ കാലത്തേക്ക് പോയി. അതായത് അവന്റെ അച്ഛനും അമ്മയും ഓൾറെഡി മരിച്ചായിരുന്നല്ലോ. സോ നമ്മുടെ ആ കള്ളുടിക്കുന്ന മാമൻ ആദ്യം പറഞ്ഞ പോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വരും, അവരുടെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇവന് 8 മണിക്കൂറുണ്ട് ഇവന്റെ അടുത്ത്. സോ ഇവന് വേണമെങ്കിൽ ആ 8 മണിക്കൂർ അവന്റെ പേരൻസിനോട് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഇവൻ താഴേക്ക് പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. അവരൊക്കെ നോർമൽ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പീറ്റിന്റെ ഉദ്ദേശം വേറെയാണല്ലോ. അങ്ങനെ പീറ്റ് കുറച്ച് കഴിയുമ്പോൾ അച്ഛനോടും അമ്മേനോടൊക്കെ, ഇവരാണെങ്കിൽ ട്രിപ്പ് പോവാന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ പീറ്റിന് അറിയാവുന്ന കാര്യമാണ്, ഒരിക്കലും ആ ട്രിപ്പ് നടക്കില്ല, ഇപ്പൊ പോയില്ലെങ്കിൽ പിന്നെ നടക്കില്ല, ഒരിക്കലും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരെന്തായാലും മരിച്ചതാണ്, ഒരു 8 മണിക്കൂർ മാത്രമേ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് നമ്മുടെ പീറ്റ് സ്റ്റിൽ നിറനെ ചൂസ് ചെയ്യുവാണ്. എന്നിട്ട് വീട്ടുകാരോട് ചോദിക്കുവാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. ആൻഡ് വീട്ടുകാരോട് പറയുന്നുണ്ട് നമുക്ക് വേറൊരു ദിവസം ട്രിപ്പ് പോകാം. പക്ഷേ പീറ്റിന് ഓൾറെഡി അറിയാൻ നടക്കില്ലാന്ന്. അങ്ങനെ വീട്ടുകാർക്കൊരു ഹഗ്ഗെല്ലാം കൊടുത്തിട്ട് നേരെ നമ്മുടെ പീറ്റ് റൂമിലേക്ക് തന്നെ പോവാണ്. ആൻഡ് അടുത്ത സ്ഥലത്തേക്ക്, അതായത് അവിടുന്ന് എന്തോ അവന്റെ കയ്യിലുണ്ടല്ലോ സോൾ ബോണ്ടിങ്ങിന്റെ, സോ നമ്മുടെ നിറൻ എവിടെയാണോ അങ്ങോട്ട് എത്താൻ വേണ്ടി നമ്മുടെ പീറ്റ് നിൽക്കുകയാണ്. അങ്ങനെ പീറ്റിന്റെ കയ്യിലുള്ള ഇൻവിസിബിൾ ത്രെഡിന്റെ സഹായത്തോടെ ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്ത് അങ്ങനെ നമ്മുടെ പീറ്റ് എത്തി നിൽക്കുകയാണ്. പക്ഷെ നിറനെ പ്രതീക്ഷിച്ച പീറ്റ് മുന്നേ നോക്കുമ്പോൾ ഒരു കുഞ്ഞു കൊച്ചിന്റെ കയ്യിലാണ് അവന്റെ ആ ഒരു ത്രെഡ് ജോയിൻ അയക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു നിറനാണത്. അതായത് നിറന്റെ ഒരു ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലമാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. ദെൻ നമ്മുടെ പീറ്റ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിറനല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു നിറൻ ചോദിക്കുന്നുണ്ട്, അതെ എന്നെ മുന്നേ അറിയൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, പിന്നെ അറിയാണ്ട് എടാ വാ, നമ്മളിപ്പോൾ നിൽക്കുന്നത് റിയൽ വേൾഡിലല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വേൾഡിലേക്ക് തന്നെ തിരിച്ചു പോകണം, നമുക്ക് തീരെ
എനിക്ക് സമയമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ എന്താ കഞ്ചാവാണോ കൂട്ടിയിട്ട് കത്തിച്ച് വലിച്ചാണോ അത് അതിനകത്തോട്ട് ചാടിയതാണോ എന്നൊരു രീതിയിൽ നമ്മുടെ കുഞ്ഞുനിറൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ആൻഡ് ഓൾസോ ഇവനൊരു ഉടായിപ്പാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കണം നേരെ നമ്മുടെ കുഞ്ഞുനിറൻ ഒന്നും മിണ്ടാണ്ട് നടന്നു പോവാണ്. നമ്മുടെ പീറ്റിനെ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. പീറ്റ് നേരെ പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഈ പീറ്റ് പറയുന്നതെല്ലാം ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെന്തൊക്കെയോ ഭ്രാന്ത് പറയുന്നതായിട്ടാണ് തോന്നുന്നത്. ആൻഡ് നമ്മുടെ നിറം പറയുന്നുണ്ട് ബാ സമയമില്ല, നമുക്ക് നിറന്നല്ല പീറ്റ് പറയുന്നുണ്ട് ബാ സമയമില്ല നമുക്ക് പോകണമെന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞുനിറം ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സമ്മർ ക്യാമ്പിന് പോവാണ് എന്നുള്ള പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, പക്ഷെ ഞാൻ വൂ ആവാനുള്ള പ്രാക്ടീസിന് പോവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ പീറ്റ് ആണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ തന്നെ നോക്കുന്നുണ്ട്. കുറേ നമ്മുടെ കുഞ്ഞുനിറൻ പീറ്റിനെ നടത്തിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു മലയുടെ മുകളിൽ എത്തുന്നുണ്ട്. നമ്മുടെ ശരിക്കുള്ള നിറഞ്ഞക്കാടിനും 4 ഇരട്ടി കുരുത്തം നമ്മുടെ കുഞ്ഞുനിറൻ. ആൻഡ് ഇതിന്റെ മണ്ടയിലെത്തി കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ മലയുടെ മുകളിൽ എത്തുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ കുഞ്ഞുനിറൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ പറഞ്ഞു വരുന്നത് എനിക്ക് ഒരിക്കലും ഒരു വൂ ആവാൻ പറ്റില്ല എന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട് അല്ല, നീ വളർന്നു വലുതായി ഒരു വൂ ആയി, നീ ഒരു വൂ ആണ്, നീ നാടിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, നമുക്ക് നമ്മുടെ റിയൽ വേൾഡിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്തെത്തിയപ്പം അവിടുന്ന് പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ പീറ്റിനെ കൊണ്ട് നിർത്തുവാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പീറ്റ് നിൽക്കുന്നത് റോഡിലാണ്. ആൻഡ് ഒരു വണ്ടി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ നോക്കുമ്പോൾ വണ്ടിയിലെ ഡ്രൈവർ ആരാന്ന് വെച്ചാൽ നമ്മുടെ നിറനാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നീ ഇത്രയും വലുതായി എന്ന രീതിയിലാണ് നമ്മുടെ പീറ്റ് നിൽക്കുന്നത്. ആൻഡ് പീറ്റ് നിറനോട് പറയുന്നുണ്ട് നിറ ബാ ഇറങ്ങി വാ നമുക്ക് പോവാന്ന്. നിറം ചോദിക്കുന്നുണ്ട് നീ ആരടാ? അപ്പൊ ഞാൻ പീറ്റ് എന്ന് പറയുമ്പോൾ നീ എന്തായാലും എനിക്കെന്താ പ്രശ്നം, മാറി ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഒന്നും കേൾക്കാതെ നേരെ വണ്ടി ഓടിച്ചങ്ങ് പോവാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു കാര്യം കയ്യിൽ നിന്ന് പോയി. ഇനി നിറനെ കിട്ടൂല, നിറനങ്ങ് പോയി. ആ ടൈമിലാണ് നമ്മുടെ പീറ്റ് വേഗം ആകാശത്തോട്ട് നോക്കുന്നത്. അപ്പൊ ആകാശത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ പഴയ കള്ളുടിയ മാമൻ പറഞ്ഞ സാധനം നമ്മുടെ പീറ്റിന് ഓർമ്മ വരുന്നു. അതായത് 8 മണിക്കൂറേ ഉള്ളൂ, നിനക്ക് ഓരോരോ മണിക്കൂർ തീരുന്ന അനുസരിച്ച് നേച്ചർ നിനക്ക് ഓരോരോ സിമ്പിൾസ് തരും. അതുപോലത്തെ ഒരു സിമ്പിളാണ് അവിടെ. ഇനി ഇവന്റെ കയ്യിൽ അധികം സമയം അവശേഷിക്കുന്നില്ല. അപ്പം എത്രയും പെട്ടെന്ന് നേരെ ഇനി നിറന്റെ അടുത്ത് എത്തണം. അതിന് നമ്മുടെ പീറ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഇൻവിസിബിൾ ത്രെഡിന്റെ സഹായത്തോടെ വീണ്ടും നിറൻ എത്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാണ്. ആ നിറൻ ഇപ്പൊ എവിടെയാന്ന് വെച്ചാൽ അവനെ ഔട്ട്കാസ്റ്റ് ആക്കിയ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അവനൊരു യാവോനെ പിടിക്കാൻ പോയത്, ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആ ഒരു ടൈമിൽ. അപ്പൊ അവിടെ തന്നെ അവൻ എത്തി നിൽക്കുവാണ്. ആൻഡ് അവൻ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ പീറ്റ് ഓടി വന്ന് പറയുന്നുണ്ട് നീ നിർത്ത്, ഇത് നീ ചെയ്താൽ നീ ജയിക്കാൻ പോകുന്നില്ല, ഇത് ഒരിക്കൽ ഫെയിൽ ആയ കാര്യമാണ്, ബാ നമുക്ക് തിരിച്ചു പോകാം സമയം കളയാതെ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ നിറനാണെങ്കിൽ ഒന്നും ഓർമ്മയില്ലല്ലോ. അപ്പൊ നിറൻ സമ്മതിക്കുന്നില്ല ഞാനിത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റ് വല്ലാണ്ട് തടയാൻ നോക്കുന്നുണ്ട്. ദെൻ അവിടുന്ന് കട്ട് ചെയ്ത് നിറന്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് കാണിക്കുന്നത്. നിറൻ അവന്റെ വീട്ടിൽ അവന്റെ മുത്തശ്ശൻ കുഞ്ഞിലെ മരിച്ചു പോയതാണ്. പക്ഷെ ഇപ്പൊ കറന്റിൽ ഉള്ളത് ആ വലിയ നിറനാണ്. അതായത് എല്ലാവരും സ്വപ്നലോകമാണല്ലോ. മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോനെ ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിറൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് കാണിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് നിറനും പീറ്റും രണ്ടുപേരും വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ പീറ്റ് കണ്ണൂർ നോക്കുമ്പോൾ പീറ്റ് നിൽക്കുന്നത് ഒരു ട്രെയിനിനകത്താണ്. ഞാൻ പീറ്റ് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ സീറ്റിൽ നിറൻ ഇരിപ്പുണ്ട്. അപ്പൊ നിറം ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ പരിപാടി എന്ന്. അപ്പൊ പീറ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ മനസ്സിലായോ എന്ന്. അപ്പൊ നിറം പറയുന്നത് യെസ് പീറ്റ്, നിന്നെ എനിക്ക് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ലല്ലോ, ഞാൻ അത്രയ്ക്ക് എനിക്ക് ഓർമ്മശക്തി ഒന്നും പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട് അപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അപ്പൊ നിറം പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായി, മറ്റേ ആ ഒരു ശക്തി കാരണമാണ് നീ വന്നത്, എന്നെ കൊണ്ടുപോകാനാണ് നീ വന്നതെന്ന് എനിക്കറിയാം. പീറ്റ് പറയുന്നു ഇനി അപ്പൊ ഒന്നും പറയാനില്ല, ബാ നമുക്ക് തിരിച്ചു പോവാന്ന്. ആ ടൈമിൽ നിറം പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലും ആ ഒരു ശക്തിനെ തോപ്പിക്കും, ഞാൻ അവിടെ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നൊരു രീതിയിൽ നമ്മുടെ നിറൻ, അതായത് ആരും അവൻ അവിടെ ഇല്ല എന്ന രീതിയിൽ നമ്മുടെ നിറൻ അവിടെ പറയുവാണ്. പീറ്റ് സമ്മതിക്കുന്നില്ല. പീറ്റാണെ ബാ നമുക്ക് പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ നിറൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് നിറനാണെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. ആൻഡ് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുവാണ്. അവിടുന്ന് നിറൻ നേരെ എത്തിപ്പെട്ട് നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ആ കുറെ മിററുള്ള റൂമിലുണ്ടല്ലോ അവൻ എപ്പോഴും ടോർച്ചർ ചെയ്യുന്ന യു ആർ നോട്ട് എ വൂ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെയാണ് നിറൻ എത്തി നിൽക്കുന്നത്. നമ്മുടെ പീറ്റാണ് നേരെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫേസിലാണ് എത്തി നിൽക്കുന്നത്. എവിടെ നോക്കിയാലും ഒരു വെള്ള നിറത്തിലുള്ള ഫോഗ് മാത്രമേ അവന് ചുറ്റുമുള്ളൂ. ആൻഡ് നമ്മുടെ പീറ്റ് അവിടെ നിന്ന് നിറൻ വിളിക്കുന്നുണ്ട്. ആ ടൈമിൽ നിറൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ പീറ്റ് പറയുന്നുണ്ട് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ നിറൻ പറയുന്നുണ്ട് സോറി പീറ്റ്, ഞാൻ വരുന്നില്ല, എനിക്ക് ഈ സ്ഥലം മതി, എനിക്ക് ഇതാണ് ഇഷ്ടം, ഞാൻ ഇവിടെ നിന്നോളാം, അതായത് ഞാനൊരു യൂസ്ലെസ് ആണ്, അവിടെ വന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല, എനിക്ക് ഇവിടെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പീറ്റ് പറയുന്നത് തമാശ കളിക്കരുത്, ബാ പോകാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല, നീ പൊക്കോ, ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് നിറനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതായത് നിന്നെ അവിടെ എല്ലാവർക്കും ആവശ്യമാണ്, ആർക്കും ആവശ്യമില്ലെങ്കിലും എനിക്ക് നിന്നെ ആവശ്യമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ബാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട് സോറി പീറ്റ് ആൻഡ് ഓൾസോ താങ്ക് യു, പക്ഷേ ഞാൻ ഇവിടുന്ന് ഇതിപ്പോൾ ഒരുപാട് ലേറ്റായി. ആ സമയത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ നിറനാണെങ്കിൽ നമ്മൾ ഈ മായയായി പോവാന്ന് പറയൂലേ, അതുപോലെ ബോഡിയുടെ ഇങ്ങനെ അടിതൊട്ട് മുടി വരെ ഇങ്ങനെ ഇൻവിസിബിൾ ആയി പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട് ഇല്ല ലേറ്റ് ഒന്നും ആയിട്ടില്ല, ബാ നമുക്ക് പോകാം, എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോകരുത്. അപ്പൊ നമ്മുടെ നിറം പറയുന്നത് നീ പൊക്കോ, നീ തിരിച്ചു പൊക്കോ, ഇവിടെ നിൽക്കാൻ
നിൽക്കേണ്ട. അപ്പം പീറ്റ് പറയുന്നു, ഞാനിവിടെ നിന്നെ കൂട്ടിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൂട്ടിയിട്ട് മാത്രമേ പോകത്തുള്ളൂ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടരുത്, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പീറ്റ് അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുവാണ്. ലാസ്റ്റ് നിറനങ്ങ് ഫുള്ളായിട്ടങ്ങ് ഇൻവിസിബിൾ ആയിട്ടങ്ങ് മായായിട്ടങ്ങ് പറന്നു പോവാണ് ചെയ്യുന്നത്. ആൻഡ് പെട്ടെന്ന് അവിടെ ബ്ലാക്ക് ഔട്ട് ആവുകയാണ്. അതിനുശേഷം നമ്മുടെ പീറ്റിനെ ആരോ വിളിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് പീറ്റ് തിരിഞ്ഞു നോക്കുവാണ്. നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു നിറനാണ് അവിടെ ഉള്ളത്. ആ നമ്മുടെ കുഞ്ഞു നിറൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ മൂവായി മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ പീറ്റിനങ്ങ് സന്തോഷമാവുകയാണ്. അത് നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, ഉറപ്പായിട്ട് നീ മൂവാവും, നിനക്കറിയോ അതിന് കാരണം എന്താണെന്ന്, നിന്റെ പാർട്ട്ണർ ഞാനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടം കൊണ്ട് എന്താണ് പെട്ടെന്ന് സീൻ അങ്ങ് കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കുന്നത് നമ്മുടെ റിച്വൽ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത്, അതായത് ആ വീട്ടിൽ നിൽക്കുന്ന പീറ്റിനെ കാണിച്ചുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ റിച്വൽ എല്ലാം സ്റ്റോപ്പായി. പീറ്റിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. കോൾ എടുത്ത് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇവർ വിളിച്ചിട്ട് പറയുവാണ് നമ്മുടെ നിറം എഴുന്നേറ്റിട്ടുണ്ടെന്ന്. പീറ്റിന് വേഗം സന്തോഷമാവുന്നുണ്ട്. പീറ്റ് ഓടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോഴേ പീറ്റ് കാണുന്നത് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. കൂടെ നിറൻ എഴുന്നേറ്റ്, അതായത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന നിറനെയാണ്. ഇവരെല്ലാം പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. സോ ഇതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം, അതായത് വൂ എന്ന് പറയുന്ന സീരീസ് ഒരിക്കലും ഒരു BL സീരീസ് അല്ല, ഇതൊരു ബ്രൊമാൻസ് ആണ്. ഹൈസ്കൂൾ ഫ്രണ്ട്മി എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ തന്നെ ഒരു സ്റ്റോറി ലൈൻ മുന്നോട്ട് പോകുന്ന ഒരു സീരീസ് ആണ് വൂ എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു BL അല്ല, ബ്രൊമാൻസ് ആണ്. ബ്രൊമാൻസ് എന്ന് പറഞ്ഞാലും അതിൽ ബി സൈലന്റ് ആണ്. നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ കപ്പിളല്ല എന്നാലും ഇവർ കപ്പിൾ ആയേക്കാം, ആ ഒരു രീതിയിൽ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേകതരം റൊമാൻസ് ആണ്. സോ ഇത് BL ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് ഉടനെ കാണാം.